ഹലോ ഫ്രണ്ട്സ്, ഐ ആം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സോസേജ് റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലർ സ്പെഷ്യൽ റെസിപ്പിയാണിത്. ചപ്പാത്തിക്കും അതുപോലെ തന്നെ അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ സോസേജ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. സോസേജ് റൗണ്ട് ഷേപ്പിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. സവോള ഒരെണ്ണം വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത്, 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത്, പച്ചമുളക് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില 2 തണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തത്, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, മല്ലിയില, വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാനൊരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കറിക്ക് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ആദ്യമേ തന്നെ ഇതൊന്ന് വഴറ്റുന്നത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 മീഡിയം സൈസ് സവാള എടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് അധികം ചേർക്കരുത്, സോസേജിൽ കുറച്ച് ഉപ്പ് കാണും, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതിയാവും. ഇപ്പോൾ സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ പൊടികൾ ചേർക്കാൻ പോവാണ്. പൊടികൾ ചേർക്കുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും, അതുകൊണ്ട് നമുക്കിത് ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് ഞാൻ എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. ഹോട്ട് ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റാം. ഒരു 3-4 മിനിറ്റ് പൊടികളുടെ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് ലോ ഹീറ്റിലിട്ടിട്ട് വഴറ്റാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കരിഞ്ഞു പോരുത്, വിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ ഇപ്പോൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. അതിനായിട്ട് നമുക്കിതിനെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റാം. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. മിക്സ് ആക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നമ്മളെപ്പോഴും കറിയിലേക്ക് രണ്ടാമത് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ആഡ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. സോസേജിന് അധികം വേവില്ല, അതുകൊണ്ട് അധിക സമയം വേണ്ടി വരത്തില്ല. ഒരു മീഡിയം ഹീറ്റിൽ ഒരു 10-12 മിനിറ്റ് നമുക്കിതിനെ കുക്ക് ചെയ്യാം. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോസേജ് ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് കുറച്ചും കൂടെ അതിൻ്റെ മസാലയൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അതിനായിട്ട് ഇതിനെ ലോ ഹീറ്റിൽ ജസ്റ്റ് വീണ്ടും ഒരു 3-4 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഇപ്പം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം, ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിനെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോസേജ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങാം. ചൂടോടുകൂടി തന്നെ ഇതിനെ സെർവ് ചെയ്യാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. നമ്മുടെ ചിക്കൻ സോസേജ് റോസ്റ്റ് ഇവിടെ ചൂടോടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് യോജിച്ച വളരെ നല്ലൊരു കറിയാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്